അമ്മ പേടിപ്പിച്ചോളൂടി. ഇതെന്റെ ലിപ്സ്റ്റിക് അല്ലേ? നിന്റെ ലിപ്സ്റ്റിക്കാണ് നീ എടുത്തോ. അമ്മച്ചല്ലേ എനിക്ക് വേണ്ട. അയ്യേ വേണ്ടെങ്കിൽ വേണ്ട. നിന്നെക്കാളും ചെറുത് എനിക്കാ ലിപ്സ്റ്റിക്ക്. അമ്മയുടെ ലിപ്സ്റ്റിക് വെച്ചോണ്ടിരുന്നോ? വീട് കണ്ടവന്മാര് കയറി ഇറങ്ങാൻ തുടങ്ങി. കണ്ടവന്മാരും? ഏത് കണ്ടവന്മാരും? ആ ഏണുകുട്ടൻ. ആഹാ, അവനോട് എന്താ കാര്യം? അത് നിന്റെ പുന്നാര ചേട്ടനോട് പോയി ചോദിക്കും. ഇത് അമ്മയുടെ വീടല്ലേ, അമ്മയ്ക്ക് പോയി ചോദിച്ചാൽ എന്താ? ഞാൻ ചോദിക്കാഞ്ഞിട്ടല്ലടി. ആ വേണുക്കൂട്ടനെ തീരെ നാണമില്ല. എനിക്കാണ് ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് അവനെ ഇറക്കി വിട്ടൂടെ? ഇറക്കി വിടാന്നേ. ഇപ്പൊ തന്നെ ഇറക്കി വിടണം. ഈ ലിപ്സ്റ്റിക്ക് തുടച്ചു കളഞ്ഞിട്ട് പോരെ. അന്നാ അവൻ തുടച്ചു കളഞ്ഞിട്ട് ഇറക്കി വിടാം. എന്റെ കുഞ്ഞമ്മയുടെ ഒരു രഹസ്യം വൃത്തിയായിട്ടവൻ. എന്തോ അങ്ങനെ നോക്കുന്നേ? സഞ്ജുവേ, എടാ ആ ഓറ് ചെറുതായിട്ട് പൊട്ടിയിട്ടില്ലടാ. ഇല്ലല്ലോ. എടാ സൂക്ഷിച്ച് നോക്കി, അത് പൊട്ടിയിട്ടുണ്ടോ? ഓട് പൊട്ടിയിട്ടുണ്ടോ നോക്കിയേ. വാ, എനിക്കൊന്നും കാണാൻ വയ്യ. എനിക്കും കാണാൻ വയ്യ. കാണാൻ വയ്യാലേ? ഇല്ല. മഴ പെയ്ത് വെള്ളം താഴോട്ട് വരുമ്പോ നിങ്ങൾ പറയും വേണുവെങ്കലിന്റെ കണ്ണിന് നല്ല പവറാണ്. എടാ സഞ്ജു നോക്കിയടാ, പൊട്ടലുണ്ടല്ലേ? ആ ഉണ്ട്, ശരിയാ. നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലോ, ഈ വീട്ടിൽ ഒരാൾക്കെങ്കിലും നല്ല കണ്ണ് ഉണ്ടല്ലോ, അത് മതി. ഞങ്ങളെ ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നോണ്ടേ ഞാൻ നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. അതാണ് അച്ഛൻ പറഞ്ഞു മോള് പോഡ്കാസ്റ്റ് തുടങ്ങാൻ വേണ്ടി പോവാന്ന്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണ്ട്. പോഡ്കാസ്റ്റിംഗ് ബെസ്റ്റ് സംഭവം. അച്ഛൻ പറഞ്ഞ് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോളാൻ. അങ്കിളെ, ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ സ്കൂൾ ലൈഫിലെ നൊസ്റ്റാൾജിക് സ്റ്റോറീസ് ഒക്കെ ഇല്ലേ, അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണേ. സൂപ്പർ ആയിട്ട് വിജയിക്കും. അല്ലേ തന്നെ സ്കൂൾ ലൈഫിൽ ആർക്കാണ് നൊസ്റ്റാൾജി ഇല്ലാത്തത്? പിന്നല്ലാതെ. അങ്കിളെ, അങ്കിളിന് ഈ സ്കൂൾ ലൈഫിലുള്ള നൊസ്റ്റാൾജിക് സ്റ്റോറീസ് ഒക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. എന്നാ പിന്നെ വേണമെങ്കിൽ വെച്ച് നമുക്ക് പരിപാടി കത്തിക്കാം. അങ്കിളെ, അങ്കിളുടെ സ്കൂൾ ലൈഫിലെ നൊസ്റ്റാൾജിക് സ്റ്റോറീസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. പറഞ്ഞുതരാം. ബാ മക്കൾ, ബാ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ സംഭവം ഉണ്ട് വേണമെങ്കിൽ. ബാ. ചേടാ, ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കുക? അല്ല, നിങ്ങൾക്ക് വല്ല ക്രിമികടി എങ്ങാനും ഉണ്ടാ? എന്തുവാടി? പിന്നെ നീ കബഡ് എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരി നോക്കുന്നേ? അല്ല, ഇവിടെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ കൂപ്പണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതെന്ത്? കൂപ്പണല്ലേ? അത് ഞാൻ കൊടുത്തു തീർത്തോളാം. എടി, അതിപ്പോ ഒരു കെട്ടെടുത്ത് കൊടുത്തു കേട്ടാ വേണുക്കുട്ടൻ കൊണ്ടുപോയി തീർത്തോളും. അത് ഞാൻ കുടുംബശ്രീയിലും ചിട്ടിയിലെ ആൾക്കാർക്കൊക്കെ കൊടുത്തു തീർക്കും. ഉറപ്പാണോ? പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്തൊരു സഹായം? വേണുകൂട്ടം പറഞ്ഞ ആ രഹസ്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ചു തരണം. എന്ത് രഹസ്യം? സരിതയുടെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ള കാര്യം. അയ്യേ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കാര്യം. ഞാൻ ആരട്ടി നിനക്കൊക്കെ ചോർത്തരാം. ഞാൻ നിന്റെ ചാരൻ. ചാരനാണോ ചാത്തനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തോ കള്ളത്തരം അവളെ കയ്യിലുണ്ട്. എന്ത് കള്ളത്തരം? അവള് പഠിക്കുന്ന കാലം തൊട്ടേ വേലിച്ചാട്ടക്കാരിയായിരുന്നു. നീ പറയുന്നത് എന്റെ പെങ്ങളെ പറ്റിയാ? ആ ഓർമ്മ വേണം. ഞാൻ പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വേണുക്കുട്ടനോട് ചോദിച്ചാൽ മനസ്സിലാവും. നീ പറഞ്ഞതുള്ളതാണോ ഇല്ലാത്തതാണോ ഞാൻ വേണുക്കുട്ടനോട് ചോദിച്ചോളാം. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരും. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ വേലിക്ക് പുറത്ത് നിന്നെ ഞാൻ വലിച്ചത്. ഇന്ന് നിന്റെ കള്ളത്ര കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളെ. ഞാനും വരുന്നേ. അങ്ങനെ വൈകുന്നേരം സ്കൂൾ വിട്ട് എല്ലാവരും പോയി. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് മൂളുന്നില്ല. കേക്ക്. ഗ്രൗണ്ടിലാണെങ്കിൽ 10 സീലെ മാർട്ടിനും ഗ്യാങ്ങും. ഓപ്പോസിറ്റ് ആരൊക്കെയാ? ഞാനും ചന്തു മാത്രം. പിന്നെ എന്നാ സംഭവിച്ചെന്നറിയാവോ? അവരടിച്ച് ഞങ്ങളുടെ പരിപാടി കാണും. എന്നെ അടിച്ച് പരിപ്പിളക്കല്ലേ ചെയ്ത്. ഞാൻ അവരുടെ പരിപ്പിടിച്ചിളക്കി. എന്നിട്ട് 3 ദിവസത്തേക്ക് ഈ മാർട്ടിൻ മൂത്രം പോലും വെച്ചിട്ടില്ല. കാറ്റടിക്കുമ്പോ 2 തുള്ളി പോയിന്നാണ് കേൾവി. എങ്ങനെയുണ്ട് കഥ? നല്ല മൂത്രം കഥ. ഇതൊക്കെ ചുമ്മാ പണ്ടത്തെ സിനിമ എടുത്താൽ അങ്ങളൊന്ന് പോക്കേ ചുമ്മാ. എന്നാ വേറൊരു സാധനം പറയാം. അങ്കിളിന് ഇടിയും പിടി അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലേ പറയാൻ? വേറെന്നാ കഥ? അങ്കിളെ, അങ്ങള് സരിതപ്പച്ചിയുടെ കൂടെ പഠിച്ചത്. അപ്പൊ അപ്പച്ചിയായിട്ടുള്ള ബന്ധമുള്ള എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടോ? ഓ, നിങ്ങളുടെ അപ്പച്ചി എന്ന് പറഞ്ഞ പൂലോക ഉടായ്പല്ലായിരുന്നു. ആണോന്നോ? ആണ്. എന്നാ ആ കഥ പറ. അതായത് ഈ സരിത എന്തോന്ന് അച്ഛനും അമ്മ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി വന്ന വേണമെങ്കിൽ കഥ പറയാൻ പോവായിരുന്നു. ആ കഥ ഞങ്ങൾക്കും കേട്ടാ കുഴപ്പമൊന്നുമില്ലടാ. പറ ചേട്ടാ, അപ്പൊ ചോദിക്കാമേ, ഈ കഥ പറച്ചിലും കേക്കലും ഒക്കെ ഗേറ്റിന് വെളി മതി കേട്ടാ. അതിനെ ഇവിടെ വെച്ച് പറഞ്ഞാല് നീ ധൈര്യമായിട്ട് പറയടാ. അതെ, ഇത് അമ്മയുടെ വീടാ. അമ്മ തീരുമാനിക്കുന്ന കാര്യങ്ങളും. അത് പറയാൻ ഞാൻ റെഡി. ഞാൻ അമ്മയുടെ മോള്. ഞാൻ ആ അമ്മയുടെ മകൻ തന്നെ. ഇവൻ അമ്മയുടെ മോൻ തന്നെയാണ്, ഇവൾ അമ്മയുടെ മോള് തന്നെയാണ്. ഇങ്ങോട്ട് മാറിക്കടാ.
ഇതേതാ? പ്രകാശിയുടെ അമ്മ ഞങ്ങൾ ബിസിനസ് പാർട്ട്ണർമാരാണ്. നീ ബിസിനസ് പാർട്ണർ അല്ലേ? ലൈഫ് പാർട്ണർ അല്ലല്ലോ. സരിത, നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. നീ തേങ്ങാ കൊല്ലാണ്. പോടാടുന്നു ഇറങ്ങി പോടാടുന്നു. നോക്കി കഥ നിപ്പ് കണ്ടില്ലേ? വേണുകുട്ടാ നിക്കടാ. വേണുകുട്ട പ്രകാശേട്ടന്റെ സ്വന്തം അനിയനെ പോലെയാണ്. അപ്പൊ എന്റെ അനിയനെ പോലെ തന്നെയല്ലടാ അല്ലേ? വീട്ടിൽ കയറി പോടാ. എങ്ങോട്ട് ഇറങ്ങി പോയടാ? നിന്നോട് ഞാനാ പറയുന്ന വീട്ടിൽ കയറി പോ. നിന്നോട് ഞാനോ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി പോകണം. ഇങ്ങോട്ട് കയറി പറഞ്ഞു. അങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് പോടാ. അകത്തേക്ക് പോടാ. അങ്ങോട്ട് പോടാ. അങ്ങോട്ട് നിർത്തിക്കെ പ്രകാശ്, നിങ്ങൾ പറ, ഞാൻ അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണോ? ഞാൻ പറയാം, നമുക്ക് ഭൂരിപക്ഷം നോക്കിയിട്ട് തീരുമാനിക്കാം പുറത്തു പോകണോ വേണ്ടയോ. അത് നല്ലതാ. വേണുകുട്ടൻ പുറത്ത് പോകണമെന്നുള്ളൊരു കൈ പോയിക്കോ. ഇനി വേണുകുട്ടൻ അകത്തേക്ക് പോണെന്നവർ കൈവോക്കിയേ. അപ്പൊ ഭൂരിപക്ഷം നമുക്ക് തന്നെ അല്ലേ മക്കളെ? വേണുവെങ്കിലും കുട്ടി അകത്തേക്ക് പോട്ടെ. നീ എനിക്കെതിരെ കൈവക്കിയല്ലേടാ? കാണിച്ചുതരാം കേട്ടോ. ചേട്ടാ ശരിയാക്കി തരാട്ടാ. ഇതിൽ കൂടുതൽ എന്നാ ശരിയാക്കാനാ?